Hello coders. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ വന്നിട്ടുള്ളവരിൽ പലരും പ്ലസ് ടു കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും പി ജി ഹോൾഡേഴ്സ് ഒക്കെ ആയിരിക്കും. എന്താണ് മെഡിക്കൽ കോഡിംഗ്? മെഡിക്കൽ കോഡിംഗ് പഠിച്ചാൽ വല്ല കാര്യമുണ്ടോ? പെട്ടെന്ന് ജോലി കിട്ടുമോ? എന്തൊക്കെയാണ് അതിൻ്റെ എക്സാം പ്രിപ്പറേഷൻസ്? എവിടേക്കാണ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? ഇതൊക്കെ അന്വേഷിച്ചായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ്. ഫസ്റ്റ്ലി മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്ന സമയത്തും ഇതേപോലെ ഒരുപാട് സെർച്ചസ് നടത്തിയായിരുന്നു. അപ്പോൾ സെർച്ചസ് നടത്തിയതിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിന്. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡയഗ്നോസിസ്. അല്ലെങ്കിൽ വേണ്ട അല്ലേ, നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്നും വേണ്ട. ഡെഫിനിഷൻ വേണ്ട എന്നല്ല, ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം, അത് അങ്ങനെ നോട്ട് ചെയ്യണം. കാരണം ജോബിനൊക്കെ പോകുന്ന സമയത്ത് എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ ഡെഫിനിഷൻ അങ്ങനെ പറയണം. മെഡിക്കൽ കോഡിംഗ് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻ ടു ആൽഫാ ന്യൂമറിക് കോഡ്സ്. These alphanumeric codes are used by the insurance companies in order to processing and reimbursing claims. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു മെഡിക്കൽ കോഡറിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ ഒരു വട്ടമെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യുക? പേര്, ഏജ്, കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് നിന്ന് അവർ വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സമ്മറി തരും. ഇപ്പം ഡിസ്ചാർജ് ആവുന്ന സമയത്തൊക്കെ ഡിസ്ചാർജ് സമ്മറി ഉണ്ടാകും. നമുക്ക് എന്തൊക്കെ ചെയ്തോ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി നമുക്ക് ഡോക്ടർ തരും. അപ്പോൾ ഞാനിപ്പോൾ പാൻക്രിയാടെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് കരുതിക്കോ. പാൻക്രിയാടെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് പാൻക്രിയാസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ പ്രൊസീജിയറിന് ഞാൻ പോകുകയാണെന്ന് കരുതാം. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ പേര്, ഏജ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എനിക്ക് എന്ത് പ്രൊസീജിയറാണ് ചെയ്തത്, അതിന് എന്തൊക്കെ സർവീസസ് അവർ തന്നു, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് തന്നു, അതൊക്കെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ നോട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാ? നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് ഉള്ളവരായിരിക്കും. പണ്ടൊന്നും ആയിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം പക്ഷേ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിലായിട്ടുണ്ട് എങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ക്ലെയിംസ് ഒക്കെ കിട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഹോസ്പിറ്റലുകാർ ഈ ചാർട്ട് അങ്ങനെ ആർക്ക് അയച്ചു കൊടുക്കും? ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി ആ ചാർട്ടൊക്കെ വായിച്ച് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നൊക്കെ മനസ്സിലാക്കി വേണം ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് കമ്പനീൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെയും ഇടയിൽ കൊണ്ടുവന്നവരാണ് ആര്? മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെഡിക്കൽ കോഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് അതിൽ എന്തൊക്കെ സർവീസസ് ചെയ്തു, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്തത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കോഡാക്കി ആ കോഡാണ് ആർക്ക് അയച്ചു കൊടുക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, ഇൻഷുറൻസ് കമ്പനിയിലല്ലേ ജോലി, മെഡിക്കൽ കോഡേഴ്സിന് ആളെപ്പിടുത്തം അല്ലേ, ചിട്ടി ചേർക്കലല്ലേ? അങ്ങനെയൊക്കെ ചിട്ടിയും വട്ടിയൊന്നും അല്ല. എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകാരുടെയും ഇൻഷുറൻസുകാരുടെയും ഇടയിൽ വരുന്ന ആൾക്കാരാണ് മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ചാർട്ട്, അവർക്ക് എന്തൊക്കെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കോഡാക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുക. ഈ കോഡിന് പറയുന്ന പേരാണ് ആൽഫാ ന്യൂമറിക് കോഡ്സ്. ആൽഫാ ന്യൂമറിക് കോഡ്സ്. അപ്പോൾ ആൽഫാ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആൽഫബറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്, ന്യൂമറിക് നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആൽഫാ ന്യൂമറിക് കോഡുകളായിട്ടായിരിക്കും നമ്മുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, നമ്മുടെ സർവീസസ് ഒക്കെ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോഡിങ്ങിന് 3 ബുക്കാണുള്ളത്. ICD, CPT ആൻഡ് തേർഡ് വൺ ഹിപ്പിക്സ്. ഓക്കെ, ഇങ്ങനെ 3 ബുക്കുകളാണ് മെഡിക്കൽ കോഡിങ്ങിനുള്ളത്. ICD, CPT ആൻഡ് ഹിപ്പിക്സ്. ICD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ്. രോഗങ്ങളെക്കുറിച്ചുള്ള ബുക്കാണ്, രോഗങ്ങളുടെ കോഡിൻ്റെ ബുക്കാണ് ഇത് ICD എന്ന് പറയുന്നത്. ആ ICD ബുക്കിൽ രോഗങ്ങളുടെ കോഡുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി CPT എന്ന് പറയുന്നത് എന്താ? കറണ്ട് പ്രൊസീജിയറൽ ടെർമിനോളജി. പ്രൊസീജിയറൽ അപ്പോൾ എന്തായിരിക്കും? നമുക്ക് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെ കോഡ്സ് ഒക്കെ CPT ബുക്കിലായിരിക്കും ഉണ്ടാവുക. ഹിപ്പിക്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജിയറൽ കോഡിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആംബുലൻസ് സർവീസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസസിൻ്റെ കോഡുകളാണ് ഹിപ്പിക്സിൽ വരും. അപ്പോൾ
മെഡിക്കൽ കോഡിങ്ങിന് 3 ടെക്സ്റ്റ് ബുക്കാണുള്ളത്, ICD, CPT, ഹിപ്പിക്സ്. ഇനി ഇതിൽ എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരല്ലേ ഞങ്ങളൊക്കെ, ഇത് പഠിക്കാൻ പറ്റുമോ? മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല? നിങ്ങൾ എല്ലാവരും 10th വരെ പഠിച്ചതല്ലേ, അതിൽ ബയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്താക്കണം, ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങണം. മെഡിക്കൽ ഡിഗ്രി ഉള്ളവർക്ക്, അതായത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡിഗ്രി ഉള്ളവർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്നല്ല. കോഡിങ് എളുപ്പമാണ്. ഞാൻ പറയട്ടെ, കോപ്പി അടിച്ച് എക്സാം എഴുതാൻ പറ്റുന്ന ഒരേ ഒരു എക്സാമാണ് AAPC എക്സാം എന്ന് പറയുന്നത്. AAPC എക്സാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവർക്ക് ഈ AAPC എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ CPC ക്വാളിഫൈഡ് ആണെന്ന് പറയും. CPC എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡേഴ്സ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ എക്സാമിൻ്റെ പേര്, മെഡിക്കൽ കോഡിങ്ങിൻ്റെ എക്സാമിൻ്റെ പേരാണ് ഇത് AAPC എന്ന് പറയുന്നത്. AAPC എഴുതി കഴിഞ്ഞാൽ നമ്മൾ CPC ക്വാളിഫൈഡ് ആണ് എന്ന് പറയാൻ പറ്റും. AAPC എക്സാം എഴുതണം എന്ന് നിർബന്ധം പറയുന്നൊന്നുമില്ല, പക്ഷെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ബെനിഫിറ്റ് ആണെന്ന് മാത്രം. ഇനി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പഠിക്കാൻ ഈസി ആയിട്ട് പറ്റും. നമ്മൾ ബുക്ക് നോക്കി കോഡ് എടുക്കുന്നു, അത് എഴുതുന്നു, ക്വസ്റ്റ്യൻസ് നോക്കുന്നു, എന്താണ് പേഷ്യൻസിന് ചെയ്തത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്തത് എന്നുള്ളത് നോക്കുന്നു, മനസ്സിലാക്കുന്നു, അത് ബുക്ക് നോക്കി കോഡ് എടുക്കുന്നു, ആ കോഡ് കറക്റ്റാക്കി ഫിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അനാട്ടമി ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബേസ് കിട്ടും, എന്താണ് മെഡിക്കൽ കോഡിങ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കവർ ചെയ്ത് പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ കോഡിങ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഹോസ്പിറ്റൽസിൻ്റെയും ഇൻഷുറൻസ് കമ്പനീസിൻ്റെയും ഇടയിൽ വരുന്ന ആൾക്കാരാണ് മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറയുന്നത്. പേഷ്യൻസിൻ്റെ ഡോക്യുമെൻറ്റ് ചാർട്ട് ചെയ്ത് അതിൽ അസുഖങ്ങൾ എന്താ, പ്രൊസീജിയേഴ്സ് എന്താ, സർവീസസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് കോഡ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കലാണ് മെഡിക്കൽ കോഡേഴ്സിൻ്റെ ഡ്യൂട്ടി. ഈ കോഡിങ് 3 ടൈപ്പ് ബുക്കിലാണ് കിടക്കുന്നത്, ICD, CPT ആൻഡ് ഹിപ്പിക്സ്. മെഡിക്കൽ കോഡിങ്ങിന് എക്സാം ഉണ്ട്, AAPC എന്നാണ് ആ എക്സാം എഴുതിയില്ലെങ്കിലും നമ്മൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ജോലി കിട്ടും. AAPC എക്സാം എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ ക്വാളിഫൈഡ് ആയി, CPC സർട്ടിഫൈഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡേഴ്സ് എന്ന് നമ്മളെല്ലാവരും വിളിക്കും. അപ്പോൾ AAPC കൂടാതെ ഒരു എക്സാമും കൂടി ഉണ്ട്. AAPC എഴുതാൻ പറ്റാത്തവർക്ക് CCA എന്ന് പറയുന്ന അഹിമയുടെ എക്സാം എഴുതാൻ പറ്റും. CCA സർട്ടിഫൈഡ് കോഡിംഗ് അസോസിയേറ്റ്. ഈ എക്സാം എഴുതിയാലും നമുക്ക് CPC ക്വാളിഫൈഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് എന്ത്, മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ആരും ഭയപ്പെട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല, സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ കോഡിങ്ങിലുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വരുന്ന ഈ വീഡിയോസിലൊക്കെ അനാറ്റമി എന്താണ്, അനാറ്റമിൻ്റെ ബേസിസ് എന്താണ്, ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കോഡിങ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.